കേരളത്തിലെ ആദ്യ AI സ്മാർട്ട് റൂം എന്ന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ ടെക് ടാലന്റ് ഹബ് എന്ന് പേരിട്ടിരിക്കുന്ന സ്മാർട്ട് റൂം നാളെ വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകും. നേരത്തെ ഉണ്ടായിരുന്ന സ്മാർട്ട് റൂം 1.5 ലക്ഷത്തിലധികം രൂപ മുടക്കി നവീകരിച്ചാണ് AI സ്മാർട്ട് റൂമായി സജ്ജീകരിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങി സർവ്വമേഖലയിലും ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത പ്രാധാന്യമാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയ്ക്കുള്ളത്. അതിനാൽ തങ്ങളുടെ കുട്ടികളും AI ടെക്നോളജി അറിഞ്ഞിരിക്കണമെന്നും കുറച്ചെങ്കിലും പരിചയപ്പെട്ടിരിക്കണമെന്നുമുള്ള ആലോചനയിൽ നിന്നാണ് AI സ്മാർട്ട് റൂം എന്ന ആശയത്തിലേക്ക് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ എത്തിയത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ AI കാലഘട്ടമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ച് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ AI കുറിച്ച് കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അതിനെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള അധ്യാപകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും PTA ഭാഗത്തുനിന്ന് PTA ഫണ്ടിൽ നിന്ന് ചെയ്ത് അതിന് വേണ്ട AI ടെക്നോളജിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ PTA ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. AI പഠന ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി, ആവശ്യമായ ഇന്റർനെറ്റ് സൗകര്യം, ലാപ്ടോപ്പുകൾ, സോഫ്റ്റ്വെയറുകൾ തുടങ്ങി എല്ലാം സ്കൂളിൽ സജ്ജമായി കഴിഞ്ഞു. തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂള് എല്ലാ സ്കൂളുകളെക്കാളും ഒരു മുഴം മുമ്പേ ഞങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നോളജി വർദ്ധിപ്പിക്കുക എന്നുള്ള, കുട്ടികളിലെ ടെക്നോളജി ടാലന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ക്ലാസ് റൂം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഈ ടെക് ടാലന്റ് ഹബ് എന്ന് പേരിട്ടുള്ള ഈ ഒരു ഏരിയ കുട്ടികൾക്ക് ഫുൾ ടൈം ഇന്റർനെറ്റ് ആക്സസ് ഉള്ള എല്ലാവിധ AI സൗകര്യങ്ങളുമുള്ള ഒരു ഹബ് ആയിരിക്കും ഈ ഒരു ക്ലാസ് റൂം. IT വിദഗ്ധനായ മുക്കം ഉപജില്ല IT ക്ലബ്ബ് കൺവീനർ ഹാഷിദ് KC നേതൃത്വത്തിലാണ് കുട്ടികൾക്കായുള്ള ടെക് ടാലന്റ് ഹബ്ബ്. AI ക്ലാസ് റൂം കിട്ടിയതിൽ കുട്ടികളും ആവേശത്തിലാണ്. ഞങ്ങൾക്ക് ഈ ഒരു AI ക്ലാസ്സിൽ വന്നതോടെ ഇതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ AI ക്ലാസ് വന്നതോടെ ഞങ്ങൾക്ക് ഇതിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങള്, കഥകളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, നമുക്കത് ഡെഡിക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൽ പറ്റുന്നുണ്ട്. ടെക് ടാലന്റ് ഹബിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ രാവിലെ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.